പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ സന്ധ്യായാമത്തിനായി നന്ദിയോടെ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്തു. കർത്താവെ, ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രേയേഴ്സിന്റെ യൂത്ത് മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. എൻ്റെ കർത്താവിൻ്റെ പ്രസൻസ്, എൻ്റെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് ഈ രാത്രികാലം ഞങ്ങളോട് കൂടി ഉള്ളതിനായിട്ട് സ്തോത്രം. കർത്താവെ, നിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായി, അവിടുത്തെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി അനേക യൗവനക്കാരെ വാർത്തെടുക്കുന്ന ഒരു മഹനീയമായ കർത്തവ്യത്തിലേക്ക് എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് കൈപിടിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. കർത്താവിൻ്റെ നാമം ഞങ്ങളിലൂടെ, ഞങ്ങളുടെ തലമുറകളിലൂടെ മഹത്വപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണം. ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് അങ്കിളിനെയും കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. പ്രാർത്ഥിച്ച സുരേഷ് ചാക്കോ പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ യൂത്തിന്റെ മീറ്റിംഗ് ആരംഭിക്കാം. ആദ്യമായി ഞാൻ ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ് വായിക്കാം. വെൽക്കം സ്പീച്ച് സ്റ്റീഫൻ ജേക്കബ്, TAP യൂത്ത് വൈസ് പ്രസിഡന്റ്. വർഷിപ്പ് ജിനിമോൾ ആൻഡ് ജിൻസിമോൾ. സാംസ് റീഡിംഗ് സിസ്റ്റർ മിനിമോൾ. റിപ്പോർട്ട് സിസ്റ്റർ ബീന KJ. സോളോ സോങ് ബ്രദർ അഭിജിത്ത്. സ്പെഷ്യൽ ബൈബിൾ റീഡിംഗ് സിസ്റ്റർ ജെൻസി. സോങ് സിസ്റ്റർ ഡെക്സീന. ഭാവന പ്രിസ്കില്ല വിജോയ്. തെലുങ്ക് സോങ് സിസ്റ്റർ വിശ്വജ. സോങ് ഹർഷ വിജോയ്. ബൈബിൾ ക്വിസ് സിസ്റ്റർ ജാൻസി ജേസൺ. ആക്ഷൻ സോങ് Rosa and Party. Highlights ഒരു സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ ബീന KJ. വോട്ട് ഓഫ് താങ്ക്സ്. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ്. നമുക്ക് ആദ്യമായി ഇന്നത്തെ പ്രോഗ്രാം എല്ലാവരും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം അറിയിക്കുവാനായിട്ട് നമ്മുടെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ ജേക്കബ് പാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാര, നിന്റെ യൗവനകാലത്തെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാരാണ് ദൈവത്തിന് ആവശ്യം. അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെ നട്ടലെന്ന് പറയുന്ന യൗവനക്കാരാണല്ലോ, നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാരും അടുത്തു പോയി കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം തകർന്നു പോകും. ബാല്യക്കാർ ക്ഷീണിച്ചും തകർന്നും പോവും. യൗവനക്കാർ ഇടർന്ന് വീഴുമെന്നോ വചനം പറഞ്ഞു. ഇടറി വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ യൂത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ദൈവമായിട്ട് കൂടുതൽ ഈ തിങ്കളാഴ്ച ദിവസം, നമ്മൾ ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച മാത്രമേ മിക്ക സഭയിൽ ആരാധനയുള്ളൂ. ഇടപ്രാർത്ഥനയൊക്കെ ഇപ്പം മിക്കടുത്ത് നിർത്തി വെച്ചിരിക്കുക. ആരാധനയൊക്കെ ഇച്ചിരി മടുത്ത് വന്നിരിക്കുക, അല്ലെ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാകണമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ 2000-ലധികം വർഷമായിട്ട് നമ്മളിത് കേട്ടിട്ടും ഇതുവരെ ഉത്സാഹം നമുക്ക് ആർക്കും വേണ്ട രീതിയിലായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉത്സാഹം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ യൂത്ത് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ മീറ്റിംഗിന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സിസ്റ്റർ ജാനസ് ജെയ്സൺ പ്രത്യേക യൂത്ത് മീറ്റിംഗിന്റെ ജോയിന്റ് സെക്രട്ടറിയോടാണ് ഈ മീറ്റിംഗിന് വേണ്ടി, മീറ്റിംഗിന്റെ വിജയത്തിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്ററെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടർ ചെയർമാൻ ആയിരിക്കുന്ന നമ്മുടെ ആദരണീയനായിരിക്കുന്ന തോമസ് ചെറിയാൻ അങ്കിളെ, മേരിക്കുട്ടി ആന്റി കുടുംബം, പ്രത്യേകം ഇന്ന് അവരുടെ 35ാമത് വിവാഹ വാർഷികമാണ്. ദൈവം സമ്പത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമാണ്. പാതകൾ പുഷ്ടി പൊഴിക്കുന്ന ദൈവമാണ്. നമ്മൾ പോകുന്ന വഴികളെല്ലാം അനുഗ്രഹം പ്രാപിക്കത്തക്കോണം ദൈവം നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ്. അവരുടെ കുടുംബജീവിതം ഇനിയും ധാരാളം വർഷം അവർ ഒരുമിച്ച് ജീവിക്കുവാൻ ഭവനത്തെ കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രാർത്ഥിച്ചാരംഭിച്ച നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ കോർഡിനേറ്റർ സുനിൽ ചാക്കോ പാസ്റ്റർ ആദ്യമായിട്ടാണ് നമ്മുടെ യൂത്ത് മീറ്റിംഗിൽ കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കയറാൻ സാധിച്ചില്ല. മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ താമസിച്ചു പോയി എന്നോട് പറയാം. ആദ്യമായിട്ട് അദ്ദേഹം കയറുവാനിടയായി. അദ്ദേഹത്തെ ഭവനത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഡേവിഡ്സൺ എബ്രഹാം കയറിയിട്ടുണ്ട്. പാസ്റ്റർ നമ്മുടെ എറണാകുളം ജില്ലയുടെ കോർഡിനേറ്റർ ആണ്. മിനിസ്ട്രിയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന പാസ്റ്ററാണ് സുനിൽ പാസ്റ്ററെ നമുക്ക് പരിചയപ്പെടുത്തുക. അതിന് പ്രത്യേകം നന്ദി. ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഡേവിഡ്സൺ പാസ്റ്റർ കുടുംബത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ ബീന KJ വളരെയധികം ഇതിനുവേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുകയും തന്റെ ജോലി തിരക്കൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ വേണ്ടി വളരെ ശക്തമായ നിലയിൽ ആത്മാർത്ഥയോടെ വളരെ സമർപ്പണത്തോടെ
സഹകരിക്കുന്ന സിസ്റ്റർ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ TAP മിനിസ്ട്രിയുടെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, മറ്റ് ഒഫീഷ്യൽസ് എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം തെലുങ്കനായി നിന്ന് കയറിയിരിക്കുന്ന ദൈവമക്കളെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു സ്റ്റീഫൻ ജേക്കബ് പാസ്റ്റർ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം അറിയിച്ചത് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് യൂത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ ജേക്കബ് പാസ്റ്ററെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഇന്നത്തെ യൂത്തിന്റെ ഇന്നത്തെ യൂത്ത് മീറ്റിംഗിന്റെ വർഷിപ്പ് ആണ് അടുത്തത്. അതിനായിട്ട് സിസ്റ്റർ ജിനിമോൾ ആൻഡ് ജിൻസിമോൾ ടീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ ജിനിമോൾ ആൻഡ് ജിൻസിമോൾ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പം നേരം നമുക്ക് കർത്താവിനെ പാടിക്കുന്നു. സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതു നേരത്തെന്നറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണിമയ്ക്കും തൊടി നേരത്തിൽ ചേരുമേ പിൻപുരയത്, കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ ചേരുമേ പിൻപുരയത്. സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ, ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. വളരെ അനുഗ്രഹീതമായ ഒരു വർഷിപ്പ് നമുക്കായി ലീഡ് ചെയ്ത സിസ്റ്റർ ജിനിമോൾ ആൻഡ് ജിൻസിമോളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും ദൈവത്തിനായി കൂടുതലായി പരിസ്ഥിതിക്കാരൻ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് സാംസ് റീഡിംഗ് ആണ്. അതിനായിട്ട് സിസ്റ്റർ മിനിമോളെ ക്ഷണിച്ചോളൂ. സാംസ് റീഡിംഗ് സിസ്റ്റർ മിനിമോൾ. പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കുലുങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജനതകൾ ക്രുദ്ധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു. ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു.
വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ആമേൻ. സ്തോത്രം. വളരെ മനോഹരമായി 46-ാം സങ്കീർത്തനം വായിച്ച സിസ്റ്റർ മിനിമോളോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന യൂത്ത് മീറ്റിംഗിന്റെ റിപ്പോർട്ട് വായനയാണ്. അതിനായിട്ട് നമ്മുടെ യൂത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ ബീന കെ ജെ ക്ഷണിച്ചുകൊള്ളുന്നു. മ്യൂട്ടാണ്, അൺമ്യൂട്ട്. സോറി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റി ഇന്റർനാഷണൽ ചെയർപേഴ്സൺ ആയിരിക്കും തോമസ് ചെറിയാൻ അങ്കിൾ, ആന്റി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ബിനു കെ കുരുവിൽ അവர்கள், സെക്രട്ടറി പാസ്റ്റർ സണ്ണി മത്തായി അവர்கள், ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ജോസഫ് ചാക്കോ അവர்கள், അതുപോലെ യൂത്ത് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സ്റ്റീവൻ പാസ്റ്റർ അവர்கள், കൂടാതെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ സുനിൽ ചക്കോ പാസ്റ്റർ ആൻഡ് ദേവസൻ എബ്രഹാം പാസ്റ്റർ, അതുപോലെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ജാനറ്റ് ജെയ്സൺ, കടന്നു വന്നിരിക്കുന്ന മറ്റ് എല്ലാ ശ്രേഷ്ഠ ദൈവദാസിദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നവന യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ 26/3/2024 തിങ്കൾ രാത്രി 8 PM തന്നെ ട്രിനിറ്റി ഇന്റർനാഷണൽ യൂത്ത് ഫെലോഷിപ്പ് 16ാമത്തെ യൂത്ത് പ്രോഗ്രാം സിസ്റ്റർ ജെസ്സി ജോർജ് ഫ്രം കുവൈറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ചു. സിസ്റ്റർ ബീന കെജയുടെ അധ്യക്ഷതയിൽ സിസ്റ്റർ ജാനറ്റ് ജെയ്സൺ വെൽക്കം സ്പീച്ച് നടത്തുകയും തുടർന്ന് സ്റ്റീവൻ പാസ്റ്റർ വർഷിപ്പ് നടത്തുകയും ചെയ്തു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ ആ മനോഹരമായ ഒരു ഗാനം അവിടെ വർഷിപ്പ് പാസ്റ്റർ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 91-ാം സങ്കീർത്തനം സിസ്റ്റർ മിനിമോൾ കെ ജെ വായിക്കുകയും അടുത്തത് റിപ്പോർട്ട് വായനയായിരുന്നു. സെക്രട്ടറി ആയിരിക്കുന്ന ബീന കെ ജെ റിപ്പോർട്ട് അവതരണമായിരുന്നു. അതിന് മറ്റു ഭേദഗതി ഒന്നും ഇല്ലാതെ സിസ്റ്റർ ജാൻസി ജെയ്സൺ പാസാക്കുകയും സിസ്റ്റർ ജെസ്സി ജോർജ് പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് ബ്രദർ അഭിജിത്തിന്റെ ഒരു പാട്ടായിരുന്നു. നെറ്റ് കംപ്ലൈന്റ് മൂലം അത് നടത്താൻ സാധിച്ചില്ല. ശേഷം ഒരു ഷോർട്ട് സ്റ്റോറിയുമായി പ്രിൻസസ് വിജോയ് കടന്നു വന്നു. തവളയും എലിയും ഒരു ചെറിയ കഥയിലൂടെ മനോഹരമായ ഒരു സന്ദേശം നൽകുകയായിരുന്നു. അവിടെ പാപത്തിൽ ജീവിക്കുന്ന ലോക ജീവിതവുമായുള്ള മനുഷ്യരുമായി സമ്പർക്കം ചെയ്യാതെ ഇരിക്കുക എന്ന ഒരു മനോഹരമായ സന്ദേശം നമുക്ക് അവിടെ നൽകി. തുടർന്ന് സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. സിസ്റ്റർ ജെസ്സി ജോർജ് നടത്തുകയും 4 ലാംഗ്വേജിലുള്ള പ്രോഗ്രാം ആയിരുന്നു. മനോഹരമായി തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തു. ശേഷം ഒരു ഭാവനാ ചിത്രവുമായി പ്രിസ്കില്ല വിജോയ് കടന്നു വന്നു. മനോഹരമായ ഒരു ഭാവനാ ചിത്രം അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ബൈബിൾ ക്വിസ് ആയിരുന്നു സിസ്റ്റർ ജാൻസി ജെയ്സൺ നടത്തുകയും ഇതിൽ പോയിന്റുകൾ കരസ്ഥമാക്കിയവർ ഫസ്റ്റ് പ്രൈസ് സിസ്റ്റർ ജാനറ്റ് 4 പോയിന്റ്, സ്നേഹ 4 പോയിന്റ്. ഫസ്റ്റ് പ്രൈസ് 2 പേർക്കായിരുന്നു. 4 പോയിന്റുകൾ വീതം നേടി സ്നേഹ ആൻഡ് ജാനറ്റ്. സെക്കൻഡ് പ്രൈസ് കിസ് മാസ്റ്റർ തന്നെ 3 പോയിന്റുകൾ നേടി. അതിന്റെ കൂടെ തന്നെ ഒരുമിച്ച് ഒരു പോയിന്റ് കൂടി സിസ്റ്റർ ലത സിസ്റ്റർ കൂടെ നേടുകയും ചെയ്തു. തുടർന്ന് നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് നെറ്റ് കംപ്ലൈന്റ് മൂലം ജാൻസി കുരോപ്പടയുടെ സോങ്സ് ഒരു നെറ്റ് പ്രോബ്ലം മൂലം അവിടെ അവതരണം ശരിക്കും നടന്നിട്ടില്ലായിരുന്നു. തുടർന്ന് നമുക്ക് വെഡ് ഓഫ് ഗോഡ് ആയിരുന്നു. അത് സിസ്റ്റർ ലത ഷാജി മനോഹരമായ ഒരു സന്ദേശം യൂത്തിന് വേണ്ടി നമുക്ക് നൽകുകയും ചെയ്തു. ശേഷം വോട്ട് ഓഫ് താങ്ക്സ് പാസ്റ്റർ സ്റ്റീവൻ ജേക്കബ് അവറുകൾ പറയുകയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പ്രോഗ്രാമുകൾ അന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു.
ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുവാനുണ്ടെങ്കിൽ അതിനായി ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ചെയർപേഴ്സൺ ജാനറ്റ് സിസ്റ്റർ മുമ്പാകെ യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. റിപ്പോർട്ട് വായിച്ച സിസ്റ്റർ ബീന കേച്ചു നന്ദി അറിയിക്കുന്നു. ഈ റിപ്പോർട്ട് വായിച്ച എല്ലാവരും കേട്ടല്ലോ. ഇതിന് ഭേദഗതി ഒന്നും ഇല്ലെങ്കിൽ ഒരാൾക്ക് വേഗത്തിൽ പാസ്സാക്കി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഒരാൾ പാസ്സാക്കുക, ഒരാൾ സപ്പോർട്ട് ചെയ്യും. വേഗത്തിൽ ഒരാൾക്ക് പാസ്സാക്കാം. സമയം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ജെസ്സി ആന്റി സപ്പോർട്ട് ചെയ്തു. ഒരാൾക്ക് പാസ്സാക്കി. ആരും പാസ്സാക്കാനില്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് പാസ്സാക്കിയതായിട്ട് അറിയിക്കുന്നു. അപ്പൊ ജെസ്സി ആന്റി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. താങ്ക് യു ആന്റി. നമുക്ക് അടുത്തതായിട്ട് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. അതിനു മുന്നോടിയായിട്ട് എല്ലാവരും വീഡിയോ ഓൺ പറ്റുന്ന പോലെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും ചെയ്യുക. അടുത്തതായിട്ട് ഒരു സോളോ സോങ് ആണ്. അതിനായിട്ട് ബ്രദർ അഭിജിത്തിനെ ക്ഷണിച്ചോളൂ. സോളോ സോങ് ബ്രദർ അഭിജിത്ത്. ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ ബൈബിൾ റീഡിംഗ് ആണ്. അതിനായിട്ട് സിസ്റ്റർ ജെൻസി ക്ഷണിച്ചോളൂ. ബീന ആന്റി അവരും വന്നിട്ടില്ല. ജോയിൻ ആയിട്ടുണ്ടോ? നമുക്ക് കഴിഞ്ഞ് വിളിക്കാം. അവിടെ നെറ്റിന്റെ പ്രശ്നമുണ്ടോ അവർക്ക്? നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് വിളിക്കാം. ആ രണ്ടുപേരും ഒന്ന് നോട്ട് ചെയ്ത്. അടുത്തതായിട്ട് ഒരു സോങ്. അതിനായിട്ട് സിസ്റ്റർ ഡെക്സീനെ ക്ഷണിച്ചോളൂ. സിസ്റ്റർ ഡെക്സീന. ഡെക്സീന സോങ് കേട്ടല്ലോ. ഓൺ ചെയ്ത് മോളെ. ജീവിതയാത്രയിൽ തുണയായി ബലമായി മറ്റാരുള്ളൂ, ബലമായി മറ്റാരുള്ളൂ. എന്നേശുവേ നീ ആശ്രയം, എന്നാളുമീ ഈരയ്ക്ക് എൻ ജീവിതയാത്രയിൽ തുണയായി ബലമായി മറ്റാരുള്ളൂ, ബലമായി മറ്റാരുള്ളൂ. മറക്കണേ കരത്താൽ, മറക്കണേ കരുതലിൻ വൻ കരത്താൽ. എൻ ജീവിതേ വൻമരങ്ങൾ പ്രയാസമായി ഭവിക്കുമ്പോൾ പ്രയാസമായി ഭവിക്കുമ്പോൾ
താങ്ക് യു ഡെക്സീന. മനോഹരമായി ഗാനം ആലപിച്ചു. അത് ഇടയ്ക്ക് നെറ്റിന്റെ ചെറിയ പ്രോബ്ലം കാരണം ഇടയ്ക്ക് കട്ടായിരുന്നു കേൾക്കുന്നതെങ്കിലും നമ്മുടെ യേശുവിനെ നമ്മൾ ആശ്രയിക്കുന്ന മനോഹരമായ ഒരു ഗാനം പാടുവാൻ സിസ്റ്റർ ഡെക്സീനെ ദൈവം സഹായിച്ചല്ലോ. തുടർന്നും ദൈവത്തിനായി കൂടുതലായി പാടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം ഭാവനയാണ്. അതിനായിട്ട് പ്രിസ്കില്ല വിജോയെ ക്ഷണിച്ചോളൂ. ഭാവന പ്രിസ്കില്ല വിജോയ്. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എന്റെ ഭാവനയുടെ പേരാണ് നല്ല സ്നേഹിതൻ. അതുല്യയും അമൃതയും തൊട്ടടുത്തുള്ള വീട്ടിലെ സമപ്രായക്കാരായ അയൽവക്കക്കാരായിരുന്നു. അതുല്യ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഇതാണ് അതുല്യയുടെ ചെറിയ കുടുംബം. അവർ ഒരു നല്ല ക്രിസ്തീയ വിശ്വാസ കുടുംബമായിരുന്നു. ഇല്ലായ്മയുടെ നടുവിലും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ഭയപ്പെടുന്നവരും ആയിരുന്നു. അമൃത ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. അമൃതയ്ക്ക് ഒരു അനീതിയുണ്ട്, ശ്രേയ. അച്ഛൻ ഡോക്ടറാണ്. അമ്മ ഒരു കോളേജ് അധ്യാപികയാണ്. മുത്തശ്ശൻ റിട്ടയർഡ് ഗവൺമെന്റ് ജോലിക്കാരാണ്. ആന്റി, അങ്കിളും എല്ലാവരും വിദേശത്താണ്. നാട്ടിൽ അറിയപ്പെടുന്ന പണത്തിലും പ്രശസ്തിക്കും പേരുകേട്ട കുടുംബം. അവരൊരു ക്രിസ്തീയ വിശ്വാസ കുടുംബമായിരുന്നു. അതുല്യയുടെ അമ്മ അമൃതയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. അമൃതയുടെ വീട്ടിൽ ജോലിക്ക് പോയി കിട്ടിയിരിക്കുന്ന വരുമാനമൊക്കെ കൊണ്ടാണ് അതുല്യയുടെ കുടുംബം സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമൃതയുടെ അമ്മ അവളുടെ പഴയ ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ അതുല്യക്ക് കൊടുക്കും. അമൃതയ്ക്ക് ഇത് തീരെ ഇഷ്ടമല്ല. എന്റെ ഡ്രസ്സ് എന്തിനാ അമ്മേ ആ കുട്ടിക്ക് കൊടുക്കുന്നേ എന്ന് പറഞ്ഞ് അമൃത വഴക്കും വാശിയും ഉണ്ടാക്കും. അതുല്യയോട് കൂട്ടുകൂടാനോ കളിക്കാനോ അമൃത ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ എന്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നേ എന്ന് പറഞ്ഞ് അവളെ എപ്പോഴും കളിയാക്കും. ഒരു ദിവസം അതുല്യയുടെ അച്ഛന് സുഖമില്ലാതെ വന്നപ്പോൾ അതുല്യയെ അമൃതയുടെ വീട്ടിൽ ആക്കിയിട്ട് അച്ഛനും അമ്മയും ചേട്ടനും ഹോസ്പിറ്റലിൽ പോയി. അതുല്യ വീട്ടിൽ വന്നത് കണ്ട അമൃതയ്ക്ക് ദേഷ്യം വന്നു. ഇവൾ എന്തിനാ എന്റെ വീട്ടിൽ വന്നേ എന്ന് ഈ കുട്ടിയെ ഇഷ്ടമല്ല. അമ്മ ഇവളെ വീട്ടിൽ നിന്ന് പുറത്തു വിടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു. ഇത് കണ്ട അമൃതയുടെ അമ്മയും മുത്തശ്ശിയും അമൃതയെ വഴക്കു പറഞ്ഞു. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. നിനക്കുള്ളതുപോലെ അവൾക്ക് നല്ല വീടില്ല, കളിപ്പാട്ടങ്ങളില്ല, നല്ല സ്കൂളിലല്ല പഠിക്കുന്നേ. എന്നിട്ടും അവളെല്ലാ ദിവസവും പ്രാർത്ഥിക്കും, അവളുടെ അമ്മയെ ജോലിയിൽ സഹായിക്കും. അതുകൊണ്ട് മോൾ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കണം. മോളുടെ കൂട്ടുകാരിയാണ് എന്ന് അമ്മ പറഞ്ഞു. അവൾ ഇതു കേട്ടിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. മുറ്റത്തെ മാവിൽ കൊമ്പിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലാടാൻ പോയി. ഈ സമയം അമൃതയുടെ അനിയത്തി ശ്രേയ അതുല്യയുടെ കൂടെ കളിക്കാൻ വന്നു. അവർ രണ്ടാളും മാവിൻ ചോട്ടിൽ ഇരുന്ന് കളിക്കാരായിരുന്നു. ഇവരെ കണ്ട അമൃത വളരെ ഉറക്കെ ഊഞ്ഞാലാടാൻ തുടങ്ങി. പെട്ടെന്നാണ് ഊഞ്ഞാൽ പൊട്ടി വീണത്. അമൃത തെറിച്ചു ആ പറമ്പിലുള്ള കുളത്തിലേക്ക് വീണു. ഇത് കണ്ട് അതുല്യ ഓടിക്കിടച്ച് കുളത്തിൽ കരയിൽ എത്തി. അതുല്യയെ വെള്ളത്തിൽ താണു പോകുന്നത് കണ്ട് അതുല്യ ഉടൻ തന്നെ കുളത്തിലേക്ക് ചാടി. അമൃതയുടെ തലമുടി പിടിച്ച് വലിച്ച്. പക്ഷെ രണ്ടാളും വെള്ളം ധാരാളമുള്ള കുളമായതിനാൽ മുങ്ങിപ്പോകാൻ തുടങ്ങി.
അതുല്യ ദൈവത്തോട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ശ്രേയ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ ഓടി വന്ന് വേഗത്തിൽ തന്നെ രണ്ടാളെയും കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അമൃത ആദ്യമായി അതുല്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ഇത് കണ്ട അമൃതയുടെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മ പറഞ്ഞു, മോളെ, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? അതുല്യ മോൾ നിന്റെ നല്ല സ്നേഹിതയാണെന്ന്. അവൾ സ്വന്തം ജീവൻ നോക്കാതെ നിന്നെ രക്ഷിക്കാൻ നീന്തൽ അറിഞ്ഞില്ലായിരുന്നിട്ടും കുളത്തിൽ ചാടി നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപം കൂടാതെ നമ്മുടെ പാപം പരിഹാരത്തിനായി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. നല്ല സമരക്കാരനായ യേശു അപ്പച്ചനാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ. നമ്മൾ നല്ല സമരക്കാരനായ യേശു എന്ന സ്നേഹിതനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇത് കേട്ട് അമൃതയ്ക്കു തന്റെ തെറ്റുകളെ ഓർത്ത് കരച്ചിൽ വന്നു. അവൾ അതുല്യയോട് പിന്നീടുള്ള കാലമെല്ലാം അവളെ സ്നേഹിക്കാൻ തുടങ്ങി, സ്നേഹത്തോടെ പെരുമാറി. അവർ രണ്ടാളും ക്രിസ്തുവിൽ നല്ല സ്നേഹിതരായി മാറി. നാവും യേശു എന്ന നല്ല സ്നേഹിതന്റെ നല്ല കൂട്ടുകാരായി മാറാം. നമ്മുടെ ദൈവ സ്നേഹത്തിലേക്കാണ് മറ്റുള്ള കൂട്ടുകാരെയും കൊണ്ടുവരേണ്ടത്. താങ്ക് യു. താങ്ക് യു ക്രിസ്കില്ല മോളെ. വളരെ മനോഹരമായ രീതിയിൽ പാവന നല്ല സ്നേഹിതൻ എങ്ങനെ ഒരു നല്ല സ്നേഹിതനായിരിക്കണം എന്ന് നമ്മുടെ യേശു തന്നെ നമുക്കൊരു നല്ല സ്നേഹിതനായത് എങ്ങനെയാണെന്നുള്ള ഇതിലും ഒരു ബേസ് ആയിട്ട് ഒരു കഥ, നല്ലൊരു സ്റ്റോറി എല്ലാവർക്കും മുന്നിൽ പ്രസന്റ് ചെയ്തു. ഇനിയും ധാരാളമായി അനേകം കഥകളും എല്ലാം ഭാവനയെല്ലാം അവതരിപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഒരു തെലുങ്ക് സോങ് ആണ്. അതിനായിട്ട് സിസ്റ്റർ വിശ്വജയെ ക്ഷണിച്ചോളൂ. തെലുങ്ക് സോങ് സിസ്റ്റർ വിശ്വജ. సిస్టర్ విశ్వజ, మీ సాంగ్స్ పాడాలని మిమ్మల్ని పిలిచారు. ఓకే సిస్టర్, ఓకే. వినుమా నేస్తమా యేసుని కేక, వినుమా నేస్తమా యేసుని కేక, మృతులను లేపు సజీవపు బాక, అది మృతులను లేపు సజీవపు బాక, జీవమొసగు అంతరంగ దీపిక, జీవమొసగు అంతరంగ దీపిక, శాశ్వత కృపనొసగు దేవుని కానుక, శాశ్వత కృపనొసగు దేవుని కానుక, వినుమా నేస్తమా యేసుని కేక, వినుమా నేస్తమా యేసుని కేక. ఆధ్యాత్మికముగా మృత జీవితము తలచకెన్నడు నీ గతము, ఆధ్యాత్మికముగా మృత జీవితము తలచకెన్నడు నీ గతము, సజీవుల దేవుడు యేసునాథుడు, సజీవుల దేవుడు యేసునాథుడు, మరణమునే ఓడించిన మృత్యుంజయుడు, మరణమునే ఓడించిన మృత్యుంజయుడు. అందుకే వినుమా నేస్తమా యేసుని కేక, వినుమా నేస్తమా యేసుని కేక, మృతులను లేపు సజీవపు బాక, అది మృతులను లేపు సజీవపు బాక. జీవించుచుండిన మృతుడవు నీవు, జీవిత క్రియలు పూనము కావు,
జీవించుచుండిన మృతుడవు నీవు, జీవిత క్రియలు పూనము కావు. తెరువుము నేడే హృదయ గుడారం, తెరువుము నేడే నీ హృదయ గుడారం. జీవమైన వాక్యమే నీ ఆధారం, జీవమైన వాక్యమే నీ ఆధారం. అందుకే వినుమా నేస్తమా యేసుని కేక, వినుమా నేస్తమా యేసుని కేక. మృతులను లేపు సజీవపు బాక, అది మృతులను లేపు సజీవపు బాక. మరణ మూలము మనుజ పాపము, నీటి మూలము నూతన జననం. మరణ మూలము మనుజ పాపము, నీటి మూలము నూతన జననం. నీవు పొందుమా మారు మనస్సు, నీవు పొందుమా మారు మనస్సు. పరమునున్న దూతలంతా ఆనందించు, పరమునున్న దూతలంతా ఆనందించు. వినుమా నేస్తమా యేసుని కేక, వినుమా నేస్తమా యేసుని కేక. మృతులను లేపు సజీవపు బాక, అది మృతులను లేపు సజీవపు బాక. జీవము సగు అంతరంగ దీపిక, జీవము సగు అంతరంగ దీపిక. శాశ్వత కృపనొసగు దేవుని కానుక, శాశ్వత కృపనొసగు దేవుని కానుక. థ్యాంక్ యూ. ప్రైజ్ ది లార్డ్. Thank you, brother. Thank you for the beautiful song. അടുത്തതായിട്ട് ബൈബിൾ കിസ് ആണ്. അതിനായിട്ട് സിസ്റ്റർ ജാൻസി ജേസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മത്തായി മർക്കോസ് 6 മുതൽ 10 വരെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ബൈബിൾ കിസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ കിസ് പറഞ്ഞതുപോലെ മർക്കോസിന്റെ സുവിശേഷം 6 മുതൽ 10 വരെയാണ്. ബൈബിൾ കിസിൽ ആൻസർ ചെയ്യുന്ന ഒരു വീഡിയോ ഓൺ ആക്കണം. പറഞ്ഞു കൊടുക്കാൻ വല്ല മുൻഗണന യൂത്തിനാണ്. യൂത്തിന് അറിയത്തില്ലെങ്കിൽ മുതിർന്നവർക്ക് പറയാം. ദയവായിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് ആൻസർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഒന്നാമത്തേതിന് സമയമില്ലാതെ പെട്ടെന്ന് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹേരോദ രാജാവ് യോഹന്നാൻ സ്നാപകനെ ഭയപ്പെടുവാൻ കാരണം എന്ത്? യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാകുക. ശരിയാണ്. യോഹന്നാൻ സ്നാപകൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാണെന്ന് അറിഞ്ഞിട്ടാണ് ഹേരോദാവ് യോഹന്നാൻ സ്നാപകനെ ഭയപ്പെടുവാൻ കാരണം. ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ആരാണ് നൃത്തം ചെയ്ത് വിരുന്നുകാരെ പ്രസാദിപ്പിച്ചത്? ഹേരോദാവിന്റെ മോള്. ശരിയാ. എവിടെ പോയി വീഡിയോ ഉണ്ടാക്കണേ? സ്നേഹല്ലേ? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ഈ ജനം അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് പ്രവചിച്ച പ്രവാചകൻ ആര്? ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചേ കിട്ടും. പറഞ്ഞു. കുട്ടിയെ കാര്യത്തിലെ മുതിർന്നവർക്ക് പറയാം. അറിയില്ല? പറഞ്ഞോ. സിസ്റ്റർ കേൾക്കത്തില്ല. അവർക്ക് പറഞ്ഞോ. ഞാൻ പറയാണേ. മുതിർന്നവർക്ക് പറയാം, ബസ്സുമാർക്ക് പറയാം. യെശയ്യാ പ്രവാചകൻ. നാലാമത്തെ ക്വസ്റ്റ്യന്, മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ത്? എന്താണ് അശുദ്ധനാക്കുന്നത് പറയുന്നത്?
മനുഷ്യന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകള് ഓക്കെ, ആണോ? അതെ. അത് ജെസ്സി സിസ്റ്റർ ആണോ? സിസ്റ്റർ അല്ലേ? അല്ല 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 ജേസസ് ജെസ്സി ആന്റി. അവന്റെ വായിൽ നിന്ന് വരുന്നത് അവനെ അശുദ്ധനാക്കുന്നു ആ ജേസസ് പറഞ്ഞല്ലോ. ഓക്കെ, കറക്റ്റ്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റിന്, യേശു വിക്കനായ ഒരു ചെകിടനെ എങ്ങനെയാണ് സൗഖ്യമാക്കിയത്? യേശു വിക്കനായ ഒരു ചെകിടനെ എങ്ങനെയാ സൗഖ്യമാക്കിയെന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ബൈബിൾ വായിക്കാത്ത സമയം അത് ആരും വായിച്ചില്ലാന്ന് തെളിവാണേ. അറിയോ? ഞാൻ മുതിർന്നവര് പറഞ്ഞോ? എല്ലാരും പോയി. സഹോദരിമാർക്കോ ദേവദാസന്മാർക്കോ പറയാട്ടോ. തുപ്പി അവന്റെ നാവിനെ പറഞ്ഞോ. തുപ്പി അവന്റെ നാവിൽ ഒരു പോയിന്റ് ശരിയാണ്. പിന്നെ അവന് നാവ് തുറന്നു, അപ്പൊ ചെവി എങ്ങനെ തുറന്നത് അതും കൂടെ പറയണം. വിക്ക് മാറി വിരലിട്ടു. അവന്റെ ചെവിയിൽ വിരലിട്ടു, അവന്റെ നാവിൽ തൊട്ടു. വീഡിയോ ഓണാക്കിയാലും മാർക്ക് വരുവോളെ. നോക്കി വായിക്കുന്നതിന് മാർക്ക് തരില്ല. തുറന്നു വരിക എന്നർത്ഥമുള്ളത് എഫദ എന്ന് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ചെവിയിൽ വിരലിട്ടു, തുപ്പി, നാവിൽ തൊട്ടു, എഫദ എന്ന് പറഞ്ഞപ്പോഴാണ് വിക്കനും ചെകിടനുമായ കുരുടന് സൗഖ്യമായത്. അപ്പൊ ആരാധ്യത്തിന് പറഞ്ഞേ? സ്നേഹ. ഓക്കെ, അരയാണെങ്കിലും അര ഒന്നാകുവേ. അടുത്ത ക്വസ്റ്റിന് ആറാമത്തത് ബെത്സൈദയിലെ കുരുടൻ ആദ്യം മനുഷ്യനെ കണ്ടത് എങ്ങനെയാണ്? ബെത്സൈദയിലെ കുരുടനോട് യേശു ചോദിച്ചു എന്താണ് കാണുന്നതെന്ന്. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, മരങ്ങളെ പോലെ. മനുഷ്യരെ കാണുന്നത് മരങ്ങളെ പോലെയെന്നാണ് ബെത്സൈദയിലെ കുരുടൻ പറഞ്ഞത്. അപ്പം ഇപ്പം ഫസ്റ്റ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തത്, ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? സകലവും ഉപേക്ഷിച്ച് യേശുവിന്റെ കുരിശിൽ പിന്നാലെ അനുഗമിക്കണം. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ബൈബിളിലുള്ളതുപോലെ. യേശുവിനെ അനുഗമിക്കുമ്പോൾ സകലതും വിട്ടിട്ട് അപ്പനെയും അമ്മയും നിലങ്ങളെയും അതിനുള്ള സമ്പത്ത് സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കും. അത് കാര്യം ശരിയാണ്, പക്ഷെ വ്യക്തമല്ല. തന്നെത്താൻ ത്യജിക്കണം. ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. ഓക്കെ. ഇപ്പഴും ശരിയാണ്. ഇപ്പൊ ആർക്കൊക്കെ പോയിന്റ് കൊടുക്കണം? എല്ലാവർക്കും കൊടുത്തോ, അരോ ഇതോ. അപ്പൊ സുനിൽ ഫസ്റ്റ്ക്കും അര പോയിന്റ് സിസ്റ്റർക്കും അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റിന്, യേശു രൂപാന്തരപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആരെല്ലാം? ഒന്നുകൂടെ പറ, സ്നേഹം ഒന്നുകൂടെ പറ. സ്നേഹിക്കാണ് മാർക്ക്. അടുത്തത്, അഗ്നിനരകത്തിൽ എന്തുകൊണ്ടാണ് ഉപ്പിടുന്നത്? എന്തുകൊണ്ട് ഒപ്പിടും എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഒപ്പിടുന്നത് കണ്ടിട്ടുണ്ട് എങ്ങനെയാന്ന്? ആർക്കറിയില്ല? ഞാൻ പറയാം. അഗ്നിനരകത്തിൽ ഉപ്പിടുന്നത് തീ കൊണ്ടാണ്. തീ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് ഉപ്പിടുന്നത് മനസ്സിലായോ? ഓരോ ലെയറായിട്ട് അതിന് മേലെ കിടത്തി, അതിന് മേലെ ആളെ കിടത്തി, പിന്നെ തീയുടെ കനലിട്ട്, അങ്ങനെയാണ് ഉപ്പിടുന്നത്. അപ്പൊ തീ കൊണ്ടാണ് അഗ്നിനരകത്തിൽ ഉപ്പിടുന്നത്. അപ്പോൾ എനിക്കാണ് മാർക്ക്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിന്, നിങ്ങളിൽ മഹാൻ
മഹാനാകാൻ ആഗ്രഹിക്കുന്നവനും ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവനും എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? യേശുവിനെ പോലെ ആകണം. യേശുവിനെ പോലെ ആകണം, അത് ശരിയാണ്. പക്ഷെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാകണമെന്ന്. എല്ലാവർക്കും ശുശ്രൂഷകനാകണം. ആണോ? അതൊരു പോയിന്റ്. പിന്നെ മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ ഒന്നാമനാകണമെങ്കിലോ? മഹാനാകാനും ഒന്നാമനാകാനും, കാരണം രണ്ടും വേണം. ദാസനാകണം. ദാസനാകണം. രണ്ടും കൂടി ഒരുമിച്ച് പറയാമോ? രണ്ടും കൂടി ഒരുമിച്ച് പറയാ. വിട്ടുപോയോ? മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. എല്ലാവർക്കും ഒന്നാമനാകുവാൻ ദാസനാകണം, മഹാനാകുവാൻ ശുശ്രൂഷക്കാരനാകണം. ഓക്കെ. അപ്പം അര പോയിന്റ് ബീന. പിന്നെ ആർക്കാ ഉള്ളത്? സ്നേഹയായിരുന്ന പറഞ്ഞ, വേറെ ആരാണ് പറഞ്ഞേ? പകുതി സ്നേഹ പറഞ്ഞേ. അപ്പൊ സ്നേഹയുടെ ഒരു അര ഒന്നായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്ത ആഴ്ച മർക്കോസിന്റെ സുവിശേഷം 11 മുതൽ 15 വരെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാം. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ അല്ലേ, സുവിശേഷത്തിൽ നിന്നല്ലേ. ഇന്നത്തെ പോയിന്റ് നില ജാനറ്റ് 1, സ്നേഹമോൾ 3, ബീന സിസ്റ്റർ 1.5, സുനിൽ പാസ്റ്റർ 1.5, ലത സിസ്റ്റർ 1.5, കിസ് മാസ്റ്റർ 2. എങ്ങനെയാണ് ഇന്നത്തെ പോയിന്റ് നില? കുഞ്ഞുങ്ങളെ സ്റ്റീഫൻ പാസ്റ്റർ 1, സോറി കേട്ടോ. ഇന്ന് കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിക്കാനാണ് ഇപ്പൊ ബൈബിൾ ക്വിസ് വെച്ചത്. പക്ഷെ വായിക്കുന്നില്ല എന്നാണ് തെളിവ്. ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാം. നിങ്ങൾക്ക് പ്രൈസ് ഉള്ളതാണ് 6 മാസം ആകുമ്പോൾ. 3 മാസമായി. അപ്പൊ ഇനി ഒരു 3 മാസം കൂടെ ഉണ്ട്. താമസങ്ങൾ പ്രൈസ് തരുന്നതാണ്. അപ്പൊ ദയവായിട്ട് ബൈബിൾ വായിക്കുക, ബൈബിൾ വായിച്ച് പഠിക്കുക, ആൻസർ ചെയ്യുക, സമ്മാനം വാങ്ങിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന യൂത്തിലെ ഭാരവാഹികളോട് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, വളരെ മനോഹരമായ രീതിയിൽ ബൈബിൾ ക്വിസ് അവതരിപ്പിച്ച സിസ്റ്റർ ജാൻസി ജേസിനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് ഒരു ആക്ഷൻ സോങ് ആണ്. അതിനായിട്ട് പേഴ്സ ആൻഡ് പാർട്ടിയെ ക്ഷണിച്ചോളുന്നു. ആക്ഷൻ സോങ് പേഴ്സ ആൻഡ് പാർട്ടി. അമ്പമ്പോ അമ്പമ്പോ സാത്താൻ വന്നേ, മെല്ലെ മെല്ലെ തോട്ടത്തിൽ നിറഞ്ഞു വന്നേ. അമ്പമ്പോ അമ്പമ്പോ സാത്താൻ വന്നേ, മെല്ലെ മെല്ലെ തോട്ടത്തിൽ നിറഞ്ഞു വന്നേ. പാത്തു നോക്കി തക്കം നോക്കി പറ്റിക്കാൻ സ്നേഹത്തോടെ അടുത്തു വന്നേ. പാത്തു നോക്കി തക്കം നോക്കി പറ്റിക്കാൻ സ്നേഹത്തോടെ അടുത്തു വന്നേ. ലല്ലല്ല ലല്ലല്ല ലാലല്ലല്ല ലല്ലല്ല ലല്ലല്ല ലാലല്ല ലല്ലല്ല ലല്ലല്ല ലാലാലല്ല ലല്ലല്ല ലാലാലല്ല. ഹവ്വായെ ചതിച്ചു കെണിയിലാക്കി, ദൈവിക തേജസ് ഇല്ലാതാക്കി. ഹവ്വായെ ചതിച്ചു കെണിയിലാക്കി, ദൈവിക തേജസ് ഇല്ലാതാക്കി. പോകല്ലേ പോകല്ലേ കൂട്ടുകാരെ, സാത്താന്റെ വഞ്ചനയിൽ അകപ്പെടല്ലേ. പോകല്ലേ പോകല്ലേ കൂട്ടുകാരെ, സാത്താന്റെ വഞ്ചനയിൽ അകപ്പെടല്ലേ. ലല്ലല്ല ലല്ലല്ല ലാലാലല്ല ലല്ലല്ല ലാലാലല്ല ലല്ലല്ല. യേശുവിനെ അനുസരിക്കൂ കൂട്ടുകാരെ, യേശുവിനെ സ്നേഹിക്കൂ കൂട്ടുകാരെ, യേശുവിനെ അനുസരിക്കൂ കൂട്ടുകാരെ, യേശുവിനെ സ്നേഹിക്കൂ കൂട്ടുകാരെ. ദൈവിക സ്നേഹം തിരിച്ചറിയൂ, ആ സ്നേഹത്തിലേക്കു കടന്നു വരൂ. ദൈവിക സ്നേഹം തിരിച്ചറിയൂ,
ആ സ്നേഹത്തിലേക്കു കടന്നു വരൂ. ലല്ലല്ലല്ലല്ലല്ലലാലാലല്ലാ, ലല്ലല്ലല്ലല്ലലാലാലല്ലാ, ലല്ലല്ലല്ലല്ലലാലാലല്ലാ, ലല്ലല്ലല്ലല്ലലാലാലല്ലാ. താങ്ക് യു. താങ്ക് യു. വളരെ നല്ല രീതിയിൽ പ്രിയ നമുക്ക് പേഴ്സ് ആൻഡ് പ്രിസ്കില വളരെ മനോഹരമായ രീതിയിൽ ആക്ഷൻ സോങ് അവതരിപ്പിച്ചു. ഇനിയും ദൈവം ധാരാളമായി ഇനിയും ദൈവത്തിനായി പാടുവാനും ഇത് ആക്ഷൻ സോങ് ചെയ്യുവാനുള്ള ദൈവം ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഒരു ഹൈലൈറ്റ്സ് ബൈബിൾ ഗെയിം ആണ്. അതിനായിട്ട് സിസ്റ്റർ ബീന കെ ജി ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രേഷ്ഠ ദേവദാസന്മാർക്കും കൂടാതെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സിസ്റ്റർ ജാനറ്റിനും യേശുവിന്റെ നാമത്തിന്റെ വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. 3J ഹൈലൈറ്റ്സ് ബൈബിൾ ഗെയിംസ്. കണ്ണുണ്ടായാൽ പോരാ കാണണം, ചെവി ഉണ്ടായാൽ പോരാ കേൾക്കണം. കുട്ടികൾക്ക് മാത്രമല്ല യൗവനക്കാർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ശ്രദ്ധ കൂട്ടുവാനുള്ള രസകരമായ ഒരു മരുന്നാണ് കേട്ടോ ഈ ഗെയിം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇതൊരു തമാശയായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നമ്മളൊരു കുറച്ച് ഹാപ്പിനെസ് ഈസ് ദ ബെസ്റ്റ് ടോണിക് എന്നാണ്. നമുക്കൊരു ടോണിക് കുറച്ച് സന്തോഷിക്കുക, ചിരിക്കാൻ മാത്രമാണ്. എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കരുത് എന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ കുറെ ബൈബിൾ വാക്യങ്ങൾ, അതാണ് ഞാൻ പറയും ഇതിന്റെ കണ്ടക്ട്സ് പറയണേ. കുറെ ബൈബിൾ വാക്യങ്ങൾ ഞാൻ തരും. ഓരോ വാക്യവും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. പാസ്റ്റർമാർക്കും പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം. അതിൽ നിന്നും എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഒരു ബൈബിൾ വാക്യം ഞാൻ പറയും, അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു വാക്യം ഞാൻ പറയാം. മിടുക്കരാണെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്പർ 1, 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. അതിൽ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറയും. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 13-ാം വാക്യം. സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ ശലോമോനും ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിന്റെ തൂക്കം 666 താലന്ത് ആയിരുന്നു. ഇതിൽ ഒരു ഭക്ഷണമുണ്ട്. അത് കണ്ടുപിടിച്ച് പറയണം. 3 സെക്കൻഡ്സിനുള്ളിൽ പറയണം. ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യരുത്. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 13-ാം വാക്യം. ഒരു ഭക്ഷണത്തിന്റെ പേര് ഇതിൽ ഒളിഞ്ഞിട്ടുണ്ട്. യെസ്, കൺഗ്രാറ്റുലേഷൻ മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്തത് സങ്കീർത്തനം 14:2. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇതിൽ ഒരു മൃഗത്തിന്റെ പേരുണ്ട്, പറയാമോ? സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു മോളെ, കൺഗ്രാറ്റുലേഷൻ. അടുത്തത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. നീ വേണ്ടെടുത്ത് ജനത്തെ ദയയാൽ നടത്തി. ഇതിൽ ഒരു മരത്തിന്റെ പേരുണ്ട്. പുറപ്പാട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. അടുത്തത് സെയിം ബൈബിളിൽ നിന്ന് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടങ്ങഴി മണ്ണായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പിൻ. ഇതിൽ ഒരു അവയവമുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമുണ്ട്. ഏതാണെന്ന് പറയാമോ? പാത്രം, യൂട്രസ്. അല്ല, യൂട്രസ് അല്ല, തലമുറകൾക്ക് വേണ്ടി കൺഗ്രാറ്റുലേഷൻ. അടുത്തത് നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ. എല്ലാ ജാതിയിലും വെച്ച് ഒരു പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം. എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. ഇതിലൊരു മരത്തിന്റെ പേരുണ്ട്, പറയാമോ?
ലേവ്യ ജാതി 13-ന്റെ എത്രയായിരുന്നു? ലേവ്യ 11:31. യെസ് കറക്റ്റ്. ജാതി മരം. God bless you. അടുത്തത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 25-ാം വാക്യം. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. ഇതിൽ ഒരു പുഷ്പത്തിന്റെ പേരുണ്ട്. ചെത്തി. യെസ്. താങ്ക് യു. പുറപ്പാട് പുസ്തകം 20-ന്റെ 6 അതേ പുസ്തകം തന്നെയാണ്. എന്നെ സ്നേഹിച്ചു എന്റെ തലമുറകളെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും. ഇതിലൊരു മരമുണ്ട്, പറയാമോ? പന. യെസ്. ജാനറ്റ് സിസ്റ്റർ ഒന്ന് പോയിന്റുകൾ ഒന്ന് നോക്കിയോണേ. അടുത്തത് അപ്പോസ്തല പ്രവർത്തികൾ 24-ാം അധ്യായം 10-ാമത്തെ വാക്യം. സംസാരിക്കാം എന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയപ്പോൾ പൗലോസ് ഉത്തരം പറഞ്ഞത്. ഇതിൽ ഒരു വസ്ത്രത്തിന്റെ പേരുണ്ട്. റെഫറൻസ് ഒന്ന് പറഞ്ഞേ. സാരി ആണോ? സാരി. സംസാരിക്കാം, സാരി അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. ഗ്രജുവേഷൻ. അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു, നമുക്ക് തീരുകയാണ്. അടുത്തത് കൊച്ചുകുട്ടികൾക്കൊക്കെ പറയാം കേട്ടോ. സങ്കീർത്തനം 91-7. സംഖ്യകളാണുള്ളത്. സിമ്പിൾ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല. 2 സംഖ്യകളുണ്ട്. 1000. ഓക്കെ മോളെ, കൺഗ്രാജുലേഷൻ. ഗോഡ് ബ്ലെസ് യു. അടുത്തത് 10-ാമത്തത് ലാസ്റ്റ്. 2 രാജാക്കന്മാർ 6:8. അനന്തരം അരാൻ രാജാവിന് മിസ്രൈമിൽ വെച്ച് യുദ്ധമുണ്ടായി. ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി കൂടി ആലോചിച്ചു. അപ്പോൾ ഇതിലൊരു സ്ഥലം, നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്. തിരുവനന്തപുരം പാളയം. കൺഗ്രാജുലേഷൻ സിസ്റ്റർ, കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാം എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞ് തമാശ ആയിട്ട് എടുത്താൽ മതി. താങ്ക് യു സിസ്റ്റേഴ്സ്, താങ്ക് യു വെരി മച്ച്. ഈ അവസരം നൽകിയ ചെയർപേഴ്സണോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ ടീന ചേച്ചി. വളരെ മനോഹരമായ രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ട് ബൈബിളിൽ നിന്നും ഉള്ള ഒരു ഗെയിം എന്ന രീതിയിൽ അവതരിപ്പിച്ചു. ഞാൻ പോയിന്റ് വായിക്കാം. എനിക്ക് കിട്ടിയ പ്രകാരമാണ്. ഇതിൽ എന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു. സ്നേഹമോള് 3 പോയിന്റ്, ലത ആന്റി 3 പോയിന്റ്, സുനിൽ പാസ്റ്റർ 1 പോയിന്റ്, ഡേവിഡ്സൺ പാസ്റ്റർ 1 പോയിന്റ്, സ്റ്റീഫൻ പാസ്റ്റർ 1 പോയിന്റ്, എനിക്കൊരു പോയിന്റ്. ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ മാറ്റം ഉണ്ടോന്ന് അറിയില്ല. വളരെ അനുഗ്രഹമായ രീതിയിൽ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം എല്ലാം നടത്തുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ട്രിനിറ്റി മിനിസ്ട്രിയുടെ ചെയർമാനും പങ്കെടുക്കുന്നുണ്ട്. അങ്കിളിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്ന അങ്കിളിന് ആശംസ ആയിട്ട് നമ്മുടെ യൂത്തിലൂടെ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ക്ഷണിക്കുന്നു. എന്റെ അനിയത്തിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. പേരെന്ത്? ഓക്കെ, വിളിക്കാം മോളെ. അങ്കിൾ തോമസ് അങ്കിൾ ഒരു വാക്ക് നമ്മളോട് പറയുവാൻ. കർത്താവിൽ വാത്സല്യമുള്ള യൂത്ത് ഫെലോഷിപ്പിലെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇന്ന് ആഗതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളായിട്ടുള്ള സുനിൽ പാസ്റ്റർ, ഡേവിഡ്സൺ പാസ്റ്റർ, അതുപോലെ അവതാരക ജാനറ്റ്, പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു യൂത്ത് ഫെലോഷിപ്പ് മീറ്റിംഗ് തന്നെയാണ്, വളരെ ഈടിറ്റ മീറ്റിംഗ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ നിങ്ങളെ കാണാൻ കൂടി കയറിയത്. ഇന്ന് ഞാൻ ഓഫ് ആയതുകൊണ്ട് മീറ്റിംഗിൽ സംബന്ധിക്കുവാനിടയായി. മറ്റേ ജോലി സമയമാണല്ലോ പകലുള്ള സമയം. തീർച്ചയായിട്ടും വളരെ മികവുള്ള
നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന, മറ്റുള്ളവർക്ക് കേട്ടാലും നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിനെ കുറിച്ചൊരു ഐഡന്റിറ്റി ഉണ്ടാകുന്ന തലത്തിലേക്ക് നമ്മുടെ മിനിസ്ട്രിയുടെ പ്രോഗ്രാംസും എല്ലാം മാറി വരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹം കൂടിയുണ്ട്. അത് സജഷൻ അല്ല, ഒരു റിക്വസ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു മീറ്റിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ടൊരു വിഷയം പറയാം. നമുക്ക് സൗത്തും നോർത്തുമായിട്ട് ഭാരവാഹികളെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ സൗത്തിലും നോർത്തിലുമുള്ള 7 ജില്ലകളെ കേന്ദ്രീകരിച്ച് എത്രമാത്രം സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാമോ അത്രമാത്രം യൂത്ത് ഫെലോഷിപ്പിലെ മെമ്പേഴ്സിനെ സഹകരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ തെലങ്കാന മേഖലയിൽ നമ്മൾ ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വിവിധ ഭാഷകളിൽ പ്രോഗ്രാംസ് വരുവാനും കൂടുതൽ പാർട്ടിസിപ്പന്റിനെ നമ്മളുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. താമസിക്കാതെ തന്നെ നമുക്ക് സൗത്തും നോർത്തുമായിട്ട് ഭാരവാഹികളെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുണ്ട്. നമുക്കത് പിന്നീട് ഞാൻ അനൗൺസ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ മിനിസ്ട്രി എല്ലാ മേഖലകളിലും ഉയർന്നു വളരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ ഡിവൈസുകൾ നമ്മുടെ സൂം മീറ്റിങ്ങുകളിലും ഒക്കെ വരണമെന്ന എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഭാരവാഹികൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു. നല്ല പ്രോഗ്രാമായി ഞാനിതിനെ കാണുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. തന്ന സമയത്തിന് പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു അങ്കിൾ. വളരെ വിലയേറിയ വാക്കുകൾ ഞങ്ങൾ അറിയിച്ചു. ഞങ്ങളുടെ ആശംസറിയിച്ചതിന് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഒരു പ്രോഗ്രാമും കൂടി പെൻഡിങ് ഉണ്ട്. ആക്ഷൻ സോങ് എന്നാണ് പറഞ്ഞത്. പെർസിസ ആക്ഷൻ സോങ് ആണ്, സോങ് ആയിരുന്നോ? സോളോ സോങ്. ഓക്കെ, പെർസിസ വിജയനെ ക്ഷണിച്ചോളൂ. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഞങ്ങൾ ദൈവത്തിൻ പൈതങ്ങളാ, നല്ല മാളക കുഞ്ഞുങ്ങളാണേ. ഞങ്ങൾ യേശുവിൻ പൈതങ്ങളാ, നല്ല മാളക കുഞ്ഞുങ്ങളാണേ. താലോലിക്കും കോരിയെടുക്കും സ്നേഹം നൽകുന്നോരേശു. താലോലിക്കും കോരിയെടുക്കും സ്നേഹം നൽകുന്നോരേശു. ഞാനൊന്നു കരയുമ്പോൾ അരികിൽ വന്നിടും. ഞാനൊന്നു വീഴുന്ന വേളയിൽ താങ്ങി നടത്തിടും. ഞാനൊന്നു കരയും വേളയിൽ അരികിൽ വന്നിടും. ഞാനൊന്നു വീഴുന്ന വേളയിൽ താങ്ങി നടത്തിടും. ഞങ്ങൾ ദൈവത്തിൻ പൈതങ്ങളാ, നല്ല മാല കുഞ്ഞുങ്ങളാണേ. ഞങ്ങൾ യേശുവിൻ പൈതങ്ങളാ, നല്ല മാലക കുഞ്ഞുങ്ങളാണേ. താലോലിക്കും കോരിയെടുക്കും സ്നേഹം നൽകുന്നു യേശു. താലോലിക്കും കോരിയെടുക്കും സ്നേഹം നൽകുന്നു യേശു. താങ്ക് യു. താങ്ക് യു മോളെ. വളരെ മനോഹരമായ രീതിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. നമുക്കത് നല്ല മനോഹരമായ രീതിയിൽ കേൾക്കുവാൻ സാധിച്ചു. ഇനിയും ദൈവത്തിനെ കൂടുതലായി പാടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടെ ഇന്നത്തെ യൂത്തിന്റെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് മോളെ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. ഈ നമ്മുടെ പ്രോഗ്രാം നെക്സ്റ്റ് ടൈം മുതൽ നല്ല പാർട്ടിസിപ്പന്റിന്, പ്രോഗ്രാം അവതാരകർക്ക്, അവതരിപ്പിക്കുന്നവർക്ക് എന്റെ വകയായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ നല്ല നല്ല പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് ജഡ്ജസ് ആയിട്ടുള്ള വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ അവതാരകയും പ്രത്യേകം ശ്രദ്ധിച്ച് മാർക്കിടുക. എന്നിട്ട് ആ വിവരം എന്നെ കൃത്യമായിട്ട് അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് മുഖേന ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് അന്ന് തന്നെയോ പിറ്റേ ദിവസമോ ലഭിക്കുവാൻ തക്കവണ്ണം, ക്യാഷ് അവാർഡ് ലഭിക്കുവാൻ തക്കവണ്ണം ക്രമീകരിക്കും. തീർച്ചയായിട്ടും കൂടുതൽ പാർട്ടിസിപ്പന്റിനെ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞല്ലോ, സൗത്ത് നോർത്ത് ആസ്പദമാക്കി 14 ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണം. ഞാൻ നിങ്ങളുടെ പിന്നിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും.
കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അങ്കിൾ. നമുക്ക് ഇന്നത്തെ യൂത്തിന്റെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിനായിട്ട് പ്രാർത്ഥന ആശീർവാദത്തിനായിട്ട് ഡേവിസൺ പാസ്റ്റർ ക്ഷണിച്ചോളൂ. വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കാൻ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിന് നിലവിൽ കാണുന്നില്ല. അതിനെ നമ്മുടെ സെക്രട്ടറിയെ തന്നെ ക്ഷണിച്ചോളുന്നു. സിസ്റ്റർ ബീന KJ, വോട്ട് ഓഫ് താങ്ക്സ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സ്ഥലത്ത് കടന്നു വരുവാൻ നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് നമ്മുടെ തോമസ് ചെറിയാൻ അങ്കിൾ കടന്നു വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ അങ്കിളിന് ഒരു വിഷസ് ചെയ്യാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അങ്കിൾ. അങ്കിളിനെയും ആന്റിയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നാണ് ഡേറ്റ്. ഇന്ന് തന്നെ കടന്നു വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് അങ്കിൾ. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന ഡേവിസൺ പാസ്റ്റർ, അതുപോലെ സുനിൽ ജോർജ് പാസ്റ്റർ, അതുപോലെ മറ്റ് എല്ലാ ഗസ്റ്റുകൾക്കും കടന്നു വന്നതിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീവൻ പാസ്റ്റർ. പ്രോഗ്രാമുകൾ വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കുകയും നമ്മുടെ പ്രോഗ്രാംസ് ഒന്നിനൊന്നും മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് നല്ലവണ്ണം സഹകരിച്ചു കൊണ്ടുവരുന്ന എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ശ്രേഷ്ഠ ദൈവദാസിമാർക്കും വളരെയധികം എൻ്റെ ഹൃദയപൂർവ്വ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കടന്നു വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച ശ്രേഷ്ഠ ദൈവദാസിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സിസ്റ്റർ ജാനറ്റ് ജെയ്സനും കൂടി നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർത്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ പ്രോഗ്രാം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റർ ജാനറ്റ്. താങ്ക് യു സിസ്റ്റർ ബീന KJ. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിനായിട്ട് പ്രാർത്ഥന ആശീർവാദത്തിനായിട്ട് ഡേവിസൺ പാസ്റ്റർ ക്ഷണിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളട സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമേറിയ ഈ രാത്രിയിൽ ഇപ്രകാരം ഞങ്ങൾക്ക് യൂത്ത് മീറ്റിങ്ങിനോടനുബന്ധിച്ച് കൂടി വരുവാൻ സർവ്വവല്ലഭനായ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ മിനിസ്ട്രിയുടേതായ പ്രവർത്തനങ്ങൾ വളരെ ആമേൻ സ്തോത്രം പ്രധാനമായിരിക്കുന്ന ഒരു പങ്ക് യൂത്ത് മിനിസ്ട്രിക്കുണ്ടല്ലോ. അതിന്റെ നിലയിൽ കർത്താവേ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക യൗവനക്കാർ ആമേൻ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് വഴുതി പോകുന്ന ഈ വല്ലാത്ത ലോകത്തിൽ കർത്താവ് ഈ മീഡിയയിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ഒരുമിക്കുവാൻ, ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ കർത്താവേ പ്രിയ കുഞ്ഞുങ്ങൾ യുവാക്കന്മാർക്ക് ദൈവം കൊടുക്കുന്ന വലിയ അവസരത്തിനായി സ്തോത്രം. പ്രതിയാൽ കർത്താവ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കർത്താവെ വൈസ് ചെയർമാനായി പ്രാർത്ഥിക്കുന്നു. ചെയർപേഴ്സൺ, അതുപോലെ തന്നെ സെക്രട്ടറി, മറ്റ് ഔദ്യോഗിക ചുമതല വഹിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അവരെ അനുഗ്രഹിക്കണമേ. ഇന്നിവിടെ പ്രോഗ്രാം ഏറ്റെടുത്ത് വളരെ ഭംഗിയായി തിരുനാമ മഹത്വത്തിന് വേണ്ടി ഈ വേദിയിൽ അവതരിപ്പിച്ചതായ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന നല്ല താലന്തുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലഭിച്ച താലന്തുകൾ മൂടി വയ്ക്കുകയല്ല, മറിച്ച് ദൈവനാമത്തിന് വേണ്ടി അനേക ഇടങ്ങളിൽ കർത്താവെ അത് ആമേൻ അവതരിപ്പിക്കുവാൻ, അതിലൂടെ തിരുനാമം മഹത്വമെടുക്കുവാൻ കാരണമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന അനുഗ്രഹപ്പെട്ട അഭിഷദാസ്മാർക്ക്, പ്രത്യേകാൽ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാൻ ആയിരിക്കുന്ന പ്രിയ തോമസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഇന്ന് രാത്രി ദാസനോട് ഒന്നിച്ച് വന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകാൽ കർത്താവെ, കുടുംബജീവിതത്തിന്റെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവെ പ്രിയ അമ്മനും കുടുംബത്തിനും ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ അധികമായി അനുഗ്രഹിക്കണമേ. കൂട്ടായി കൊടുത്ത ദാസ് പ്രിയാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമേറി നിലയും കൊണ്ട് ആമെ പോകുവാൻ, ഈ മിനിസ്ട്രിക്ക് അനുഗ്രഹപ്പെട്ട നേതൃത്വം കൊടുക്കുവാൻ ദൈവത്തിന്റെ ദാസൻ സഹായിച്ചാട്ടെ. പ്രത്യേക കർത്താവെ, മക്കൾ, ആമെ കൊച്ചുമക്കൾ, അതുപോലെ തന്നെ ഭവനത്തിലെ മാതാവ്, പ്രിയ മോന്റെ ഭാര്യ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമായി ദൈവം സഹായിക്കണമേ. അതുപോലെ തന്നെ കർത്താവ് മിനിസ്ട്രിയുടെ മറ്റിതര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകളിൽ കർത്താവ് യൂത്ത് മിനിസ്ട്രി വളരെ അനുഗ്രഹമായ നിലയിൽ വ്യത്യസ്തമായിരിക്കുന്ന ആമേൻ പ്രോഗ്രാമുകൾ കൊണ്ടൊക്കെ വേറിട്ട് നിൽക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിൽ പങ്കെടുക്കുന്നതിന്റെ ദാസന്മാരെ പ്രത്യേകം ഓർക്കുന്നു. സുനിൽ പ്രാർത്ഥിക്കുന്നു. വിവിധയിടങ്ങളിൽ ചോദിച്ചിരിക്കുന്ന പ്രിയ ദൈവദാസിമാർ, സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്ക് കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയും മാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് ആലോചന നൽകി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ, സഹവാസം, കാവലും ഇന്ന് രാത്രി നടന്ന മീറ്റിങ്ങിനോട് പ്രത്യേകാൽ ഔദ്യോഗിക ഭാരവാഹികളോടും കൂടെ കർത്താവിന്റെ ദാസന്മാരുടെ കൂടെ എല്ലാ പ്രിയമുള്ളവരുടെ മേൽ കർത്താവിന്റെ വരവോളം ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ.